വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വെക്കേഷനാണ്. ക്രിസ്മസിൻ്റെ ഒരു 10 ദിവസം വെക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേ സമയമുണ്ട്. അപ്പോൾ എന്തായാലും ക്രിസ്മസിൻ്റെ തലേദിവസമൊന്നും നമുക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നാണ് പോണത്. നമ്മൾ മാളയിൽ തന്നെയുള്ള ഒരു ചെറിയ പുൽക്കൂടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണാനാണ്. ഹോളി ഗ്രേസ് സ്കൂളിൻ്റെയാണിത്. എൻ്റെ മോൻ അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അതാ സ്കൂൾ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ഭാഗം. ഇവിടെയാണ് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് നമ്മളുടെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ആയിട്ടിയുടെ സ്കൂളാണ് ഹോളി ഗ്രേസ്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ആൾക്കുണ്ട്. അപ്പോൾ ഇതാ എൻട്രൻസ് ആണ്, ഫീസൊന്നുമില്ല. കയറുമ്പോൾ തന്നെ ഇതുപോലെയുള്ളൊരു ചെറിയ ഗുഹയുടെ സെറ്റപ്പാണ്. കളറും നല്ല ഡാർക്കാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലണത് കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മളുടെ ഒരു ബത്ലഹേമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈശോയുടെ ജനനവും എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ തിരക്ക് കുറവായിരുന്നെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി വന്നപ്പോഴത്തേക്കും നല്ല റഷായിട്ടുണ്ടായിരുന്നു. പിന്നെ ലേക്സ് ഉണ്ടായിരുന്നു, സ്റ്റാറും അതുപോലെ പണ്ടത്തെ ചെറിയ ചെറിയ ഹട്ടുകളും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. നന്നായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക്. അങ്ങനെ നമ്മളിതാ ഉണ്ണിയേശുവിനെ കാണാനായിട്ടെത്തി. ഇവിടെ നമ്മുടെ കുഞ്ഞു ഉണ്ണിയേശു ഉണ്ട്. അപ്പോൾ ഉണ്ണിയേശുവിനൊക്കെ കണ്ടു. ആദ്യത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ബേബി എന്നൊക്കെ പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോവുകയാണ്. അതാ മാതാവും തൊഴുത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ മുഴുവനും ചുറ്റി കാണുമായിരുന്നു. റീൽസിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഏറ്റവും ഹൈറ്റുള്ളൊരു സാധനത്തിന് നമ്മളിങ്ങനെ നമ്മളുടെ ഒരു കൈൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ടൊരു വീഡിയോ ഉണ്ടല്ലോ, അതുപോലെ ഞാൻ ട്രൈ ചെയ്താണ്. ഇവിടെ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒതുങ്ങണതേ ഉള്ളൂ. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ അതങ്ങനെയല്ല. അപ്പോൾ ആ പ്ലാനൊക്കെ പൊളിഞ്ഞു. പിന്നെ ദാ ഇവിടെ 20 റുപ്പീസിൻ്റെ ഒരു കൂപ്പൺ ഉണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. നമ്മളെ കമ്പലൊന്നും ചെയ്യണില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അങ്ങനെ നമ്മൾ ആ കൂപ്പണൊക്കെ എടുത്തു. ആദ്യം ഇവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. നേരെയായിട്ടുള്ള വഴി കൂടെ പോവാതെ വളഞ്ഞ വഴി കൂടെ കയറി എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. പക്ഷെ നമ്മൾ പോലും പ്രതീക്ഷിക്കണില്ല. സത്യത്തിൽ ആൾക്ക് ഭയങ്കര നാണമാണ് ആൾക്കാരെ കാണുമ്പോൾ. പക്ഷെ ഇവിടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു. ചെറുതായിട്ടൊന്ന് പാടിയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. ഒന്ന് പതുക്കെ വീണതാണ്. പക്ഷേ ആളൊക്കെയാണ്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ദാ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യം റഷായിരുന്നു. കാരണം ഈ ലേക്കിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊന്തി പൊന്തി വരണുണ്ടായിരുന്നു. അതൊരു നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ആൾക്കാർ ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളും കുറച്ച് നേരം അവിടെ നിന്നു. നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബത്ലഹേമൊക്കെ കണ്ട് തിരിച്ചിറങ്ങി.
പോരുന്ന വഴിക്കാണ് ഇതുപോലെയുള്ള ഹൈഡ്രജൻ ബലൂണുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു തിരിച്ചു വരുമ്പോൾ വാങ്ങിച്ചു തരാം. അപ്പോൾ ആൾ ഓക്കെ ആയിരുന്നു. പിന്നെ ഒരു ജ്യൂസ് വാങ്ങിച്ചു. അപ്പോൾ അതൊന്നും വേണ്ട, കാരണം മനസ്സിലിപ്പോൾ ആ ബലൂണാണ്. അങ്ങനെ നേരെ നമ്മൾ ആ ഷോപ്പിലേക്ക് പോയി അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ബലൂൺ വാങ്ങിക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഇപ്പം അവൻ്റെ ഫേസ് കണ്ടാലറിയാം ഒരു പ്രത്യേക തരത്തിലുള്ള ആക്ഷനാണ്, വേറൊന്നുമല്ല, ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നാണമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലെയൊക്കെയാണ് ഇപ്പോൾ മുഖം പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് യൂണിക്കോണാണ്. അതും കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ടോയ്സിൻ്റെ സെറ്റപ്പാണ്. അപ്പോൾ ആഴ്ചേട്ടനും വാങ്ങിച്ചു അവിടെ നിന്ന് ഒരു ടോയ്. അങ്ങനെ അതിൻ്റെ ബില്ലൊക്കെ നമ്മൾ പേ ചെയ്തു. നമ്മൾ നേരെ പോവാണ്. അപ്പോൾ നമ്മളിനി പോണത് വീട്ടിലേക്കല്ല, നമ്മൾ പോണത് കോട്ടപ്പുറത്തേക്കാണ്. മുസിരീസിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ പോണത് നമ്മളുടെ പള്ളിയിലേക്കാണ്. പള്ളിയുടെ ഭാഗമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണെന്ന്. ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ പഠിച്ച സ്കൂളാണ് സെൻറ് ആൻസ് സ്കൂളാണ്. ഇപ്പോൾ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിലാണ് ഞാൻ 8th പഠിച്ചത്. ഏറ്റവും താഴെ കാണുന്ന 2 വിൻഡോയിലാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കൂളും കോളേജും അതെല്ലാം നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആയിരിക്കും. എനിക്കും അതുപോലെയാണ്. അപ്പോൾ നമ്മുടെ പള്ളിയാണിത്. ഏറ്റവും കൂടുതൽ പള്ളിയിലെ പ്രാർത്ഥനകളും അവിടുത്തെ കാര്യങ്ങളും എല്ലാം പഠിച്ചത് ഈ ഒരു സ്കൂളിൽ നിന്നാണ്. 1ാം ക്ലാസ് തുടങ്ങി 4 വരെ ഇവിടെയും, ശേഷം അതിൻ്റെ അപ്പുറത്തുമാണ് പഠിച്ചത്. ഇത് ഞങ്ങളുടെ സ്വന്തം മടിയന്മരമാണ്. ഇപ്പോൾ ആൾ ഭയങ്കര ക്ഷീണിച്ചു. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര എനർജി ആയിട്ട് ഇങ്ങനെ നല്ല എന്താ പറയുക, ഭയങ്കര വലിയ കൊമ്പുകളും വലിയ വലിയ വേരുകളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്ന് ക്ഷീണിച്ചതുപോലെ തോന്നുന്നുണ്ട്. ഇവിടെയാണ് നമ്മളുടെ ഹൈസ്കൂള്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഗേറ്റാണ്. 3 ഗേറ്റ് ഉണ്ട് ടോട്ടൽ. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വചനങ്ങളൊക്കെ ഇന്നും ഓർമ്മയുണ്ട്. അന്ന് അവിടെ നിന്ന് കണ്ടതാണെങ്കിലും അതൊന്നും ഒട്ടും മറന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ വായിക്കുമ്പോൾ വീണ്ടും അന്ന് വായിച്ച അതേ ഒരു ഓർമ്മകളാണ്. പിന്നെ നേരെ കാണുന്നത് നമ്മുടെ പള്ളിയാണ്. പിന്നെ നമ്മുടെ പള്ളി നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ക്രിസ്മസിനും ന്യൂ ഇയറിനും ഇങ്ങനെയാണ്. ഒരു പ്രത്യേക വൈബാണ് ഇവിടെ വരാനായിട്ട്. ഇന്നിപ്പോൾ റഷ് കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാം. പിന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ITI ആണ്. അപ്പോൾ ഞാനിപ്പോൾ കൈകൊണ്ട് കാണിക്കുന്ന ഈ ഒരു ആക്ഷൻ ഉണ്ട്, അത് ചിലർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണു. അതാർക്കാണോ അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ നമ്മളുടെ ITIയും നമുക്കൊരു വലിയൊരു മെമ്മറബിൾ ആയിട്ടുള്ള പ്ലേസാണ്. പിന്നെ നമ്മൾ നേരെ പള്ളിയിലേക്ക് പോവാണ്. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി വിഷമത്തോടെ ഇഷ്ടക്കുറവോട് കൂടി പോരുന്ന ഒരു സ്ഥലമാണ് പള്ളിയിൽ. വേറെ ഒന്നല്ല, 1 മണിക്കൂർ നീണ്ട കുർബാനയ്ക്കൊക്കെ ഇരിക്കാൻ, എന്നെപ്പോലെ ഇരിക്കാനായിട്ട് ഒട്ടും ക്ഷമയില്ലാത്ത ആൾക്കാർക്ക് അതൊരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എന്തിനാണ് ഇങ്ങനെ കുർബാനയ്ക്കൊക്കെ കൊണ്ടുപോകുന്നത്, ഇഷ്ടമുള്ളവരെ മാത്രം കൊണ്ടുപോയാൽ പോരെ എന്നൊക്കെ വിചാരിക്കും. സത്യം പറഞ്ഞാൽ അവിടുത്തെ പ്രാർത്ഥനകളും എല്ലാം എനിക്കിഷ്ടമാണെങ്കിലും ആ ഇരിക്കാനുള്ള എൻ്റെ മടി കൊണ്ടുള്ള തോന്നലാണ്. അന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും പഠിച്ചത് അവിടെ നിന്നാണ്. ഞങ്ങളുടെ സ്കൂളിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കോൺവെൻ്റ് ആയതുകൊണ്ട് തന്നെ രാവിലെയും ലഞ്ചിന് മുമ്പും അതുപോലെ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നതിന് മുമ്പും എല്ലാം പ്രാർത്ഥനയുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 10 വർഷം അവിടെ പഠിക്കുമ്പോൾ അതൊക്കെ നമ്മൾ കേട്ട് പഠിക്കും. അത് കൂടാതെ തന്നെ വേറെ പല പ്രാർത്ഥനകളും പള്ളിയിൽ നിന്നും അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതെനിക്ക് നല്ല ഇഷ്ടമാണ്. ഭയങ്കര പീസ്ഫുള്ളാണല്ലോ പള്ളിയുടെ ഉള്ളിൽ ഇരിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ അകത്തേക്ക് പോവാണ്. അകത്ത് അന്നൊക്കെ ഞങ്ങൾ താഴെയാണ് ഇരുന്നിരുന്നത്. വളരെ കുറച്ച് ബെഞ്ചുകളാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ സിസ്റ്റേഴ്സോ കുറച്ച് പ്രായമായ ടീച്ചേഴ്സൊക്കെയാണ് അവിടെ ഇരുന്നിരുന്നത്. പക്ഷേ ഇന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടെ നിറയെ ബെഞ്ചാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഒരു 10 സ്ഥലത്തെങ്കിലും മാറിയിരിക്കും കുർബാനയുടെ ഇടയിൽ. പല സ്ഥലത്തായിട്ട് ഇങ്ങനെ മാറി മാറി നടക്കും. അപ്പോൾ ബെഞ്ച് കണ്ടപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. അന്നായിരുന്നെങ്കിലും എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. കാരണം എനിക്ക് എവിടെ ഒരു സ്ഥലത്ത് അന്നൊന്നും ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരാണ്. അന്ന് ഫ്രണ്ട്സിനായിട്ടിരുന്നതും വർത്തമാനം പറയണതും ഈ കുർബാനയുടെ ഇടയിലുള്ള ചിരിയും കളിയും തമാശയും എല്ലാം ഓർത്തു പോവാണ്. നമ്മുടെ പള്ളിയുടെ അകം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന ഒരു രൂപമാണ് കേട്ടത്. അതുപോലെ നമ്മുടെ അൾത്താര ക്രിസ്മസ് ആയിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഭംഗിയായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി. കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ വന്നിരുന്ന സ്ഥലവും ഞങ്ങൾ വരാറുള്ള പല സ്ഥലങ്ങളും ഒക്കെ ഇങ്ങനെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അതും കൂടെ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ കാണുന്നത് നമ്മളുടെ കോട്ടപ്പുറം മാർക്കറ്റാണ്.
അവിടേക്ക് നമ്മൾ അധികം പോകാറില്ല. എന്നാലും ഇപ്പോഴാണ് നമ്മൾ മുസിരീസിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുന്നത്. പിന്നെ ഈ കാണുന്ന ലെഫ്റ്റിലുള്ള ബിൽഡിങ് വികാസാണ്. എന്താണ് വികാസ് എന്ന് ചോദിച്ചാൽ അന്നും ഇന്നും എനിക്കറിയില്ല, ഞാൻ അറിയാനും ശ്രമിച്ചിട്ടില്ല. പണ്ടൊക്കെ ഞാൻ ഗൈഡിനുണ്ടായിരുന്നു. ആ സമയത്ത് ഈ വികാസിൽ പുല്ല് പറിക്കാനും തോട്ടം ക്ലീൻ ചെയ്യാനും ഒക്കെ ഞങ്ങൾ ഗൈഡിൻ്റെ കുട്ടികൾ പോകാറുണ്ട്. ആ ഒരു അറിവ് മാത്രമേ അന്നും ഇന്നും എനിക്കതിനെക്കുറിച്ചുള്ളൂ. അവിടെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, നല്ല നല്ല റോസുകൾ. സിസ്റ്റേഴ്സിനെയും കാണാമായിരുന്നു, അപ്പോൾ അവരാണ് അതൊക്കെ ചെയ്തിരുന്നത്. അതൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ പോകുന്നത് ഫിലിം കാണാനാണ്. സർവം മായ എന്ന് പറഞ്ഞ നമ്മുടെ ഫിലിമാണ് കണ്ടത്. നല്ല പടമായിരുന്നു. ഇവിടെ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ ഞാൻ മീറ്റ് ചെയ്തിരുന്നു, പക്ഷേ അത് വീഡിയോയിലൊന്നും കിട്ടിയില്ല. പിന്നെ ഈ ഒരു തിയേറ്ററാണ് ഇപ്പോൾ എനിക്ക് കൊടുങ്ങല്ലൂരിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട തിയേറ്റർ. ഇതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മളെന്താ നല്ല ഭൂമിയിലിരുന്ന് ആകാശത്തേക്ക് നോക്കുന്ന ഒരു ഫീലാണ്. ഈ ഫിലിം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ തമാശ പടങ്ങൾ കാണാൻ വേണ്ടി വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ത്രില്ലർ പേഴ്സണാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ത്രില്ലർ കാണാൻ വേണ്ടിയിട്ടാണ്. അത് എത്ര ഫ്ലോപ്പായ പടമാണെങ്കിലും ഇറങ്ങുന്ന ദിവസം തന്നെ പോവുകയാണെങ്കിൽ അത്ര സന്തോഷമാണ്. പക്ഷേ തമാശ പടങ്ങളൊക്കെ ഞാൻ മിക്കതും ഒഴിവാക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് നമ്മൾ പോയി, വേറെ ഫിലിമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ, അങ്ങനെ പോയതാണ്. പക്ഷേ മോശമായിരുന്നില്ല, നല്ലതായിരുന്നു. ഇപ്പോൾ തിയേറ്ററിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു പോയ സിനിമകളുടെയൊക്കെ ഓരോ പാട്ട് വെച്ച് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 3 പാട്ടോളം നമ്മളിങ്ങനെ കണ്ടു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തിയേറ്ററിൽ നേരത്തെ എത്തിയതുകൊണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ പ്ലേ ചെയ്യാറുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പടം നല്ലതായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം. അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ട്. നിവിൻ പോളിയുടെ ഒരു നല്ല ഫിലിമായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.